ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെൽത്തി ഓംലെറ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ രാത്രി ഭക്ഷണമായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കൂടാതെ ഇതിലൊരു പ്രത്യേക ചേരുവ ചേർത്ത് കൂടുതൽ രുചികരമാക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ കുക്കിംഗ് കണ്ടാലോ. ഓംലെറ്റിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി വലിയൊരു ബൗൾ എടുക്കാം. ഓരോ മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് അല്ലെങ്കിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഇതാ ഇവിടെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച കുക്കിംഗ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞതും 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. കൂടാതെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കട്ടി കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇത് അടച്ചൊന്ന് വേവിക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന പൊട്ടറ്റോ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. ഇതാ ഇവിടെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുപോലെ കൂടുതൽ വഴറ്റി ബ്രൗൺ കളർ ആക്കേണ്ടതുമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ല, എന്നാലും ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടൊന്ന് കളർ ചേഞ്ച് ആകാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സാക്കി വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. അതാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. ക്യാരറ്റ് ചേർത്ത് വഴറ്റിയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ച് ബൗളെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ ഓംലെറ്റ് കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ പൗഡർ ആക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഓട്സ് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് തണുത്ത വഴറ്റി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമോ ടൊമാറ്റോയോ, അതായത് ചേർക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾസ് കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓംലെറ്റ് മിക്സിംഗ് തയ്യാറായി. ഇനി ഒരു പാൻ എടുക്കാം. ഇവിടെ ചെറിയൊരു പാനാണ് എടുത്തത്. ഒറ്റ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഞാനിവിടെ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാമേ. ഓംലെറ്റിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പകുതി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതൊന്ന് നിരപ്പാക്കിയതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് മുഴുവൻ ഓംലെറ്റ് മിക്സിങ്ങും ഒറ്റ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഗ്രേറ്റ് ചെയ്ത ചീസിന് പകരം ചീസ് സ്ലൈസസ് ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാമേ. ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്തതിന് ശേഷം ബാക്കി വന്ന മിക്സിംഗ് എല്ലാം മുകളിലൊഴിച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഈ ഓംലെറ്റ് 2 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ കൂട്ടി കൊടുത്താൽ 2-3-4 പേർക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടാതെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഈ ഓംലെറ്റ് ഒരു 3 മിനിറ്റ് അടച്ചൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്കും മുകൾ ഭാഗം ഒന്ന് കുക്കായിട്ട് വരും. അതുപോലെ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് മറിച്ചിടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം.
ഇതേപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മറിച്ചിട്ട് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ അടപ്പിലേക്കാണ് മറിച്ചിട്ടത്. അതുപോലെ അടപ്പെടുത്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. അതിൻ്റെ സൈഡ് ഭാഗം കുറച്ച് പൊക്കമുള്ളതായിരുന്നു. മറിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. ഒരു സ്പാറ്റില ഉപയോഗിച്ച് അതേ പാനിൽ തന്നെ നീക്കിയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതുപോലെ പ്ലേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ അടപ്പിലോ ഒക്കെ വെച്ച് നീക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. മറുവശം തിരിച്ചിട്ടതിന് ശേഷം ഇത് 3 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്, കരിഞ്ഞു പോകും. ഇതിവിടെ പാകമായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതായ ഓംലെറ്റ് കേക്ക് പോലെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതൊരു കിടിലൻ ഹെൽത്തി ഓംലെറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. വേണ്ടുന്ന ചേരുവകൾ ചേർക്കുക. നിങ്ങൾക്കിഷ്ടമില്ലാത്തത് ഒഴിവാക്കിയും ഇത് തയ്യാറാക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഹെവി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഒഴിവാക്കി ഇതുപോലുള്ള ഓംലെറ്റുകൾ തയ്യാറാക്കി കഴിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.